കൂട്ടുകാരെ നമസ്കാരം. നമുക്കിന്ന് പുതിയൊരു ബോർഡർ ലൈൻ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് സ്പൈഡർ വെബ് സ്റ്റിച്ചിൻ്റെ ഫ്ലവറാണ്. ഇത് സാറ്റിൻ ഫ്ലവറാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു സർക്കിൾ വരച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ പുറത്തു നിന്ന് ഉള്ളിലേക്ക് 6 ലൈനുകൾ കുത്തി കൊടുക്കുക. ഇതുപോലെ ചെയ്യുക. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് നീഡിൽ കുത്തിയെടുക്കുക. ഈ ത്രെഡ് ആങ്കർ ത്രെഡാണ്. ശേഷം ഫസ്റ്റ് ലൈനിൻ്റെ അടിയിൽ കൂടി എടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു വട്ടം കൂടി അതിൻ്റെ തന്നെ അടിയിൽ കൂടി എടുക്കുക. സെക്കൻഡ് ലൈനിൻ്റെ അടിയിൽ കൂടി ഒരുമിച്ചെടുക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് ലൈനിൽ ചുറ്റി വരുന്നത് കാണാം. അതിനുശേഷം വീണ്ടും ഈ ലൈനിൻ്റെ അടിയിൽ കൂടി ഈ ലൈനിൻ്റെ അടിയിൽ കൂടി ഈ ഓരോ ലൈനിൽ കൂടിയും നൂല് ചുറ്റി വരുവാണ് ചെയ്യുക. ഇതുപോലെയാണ് സ്പൈഡർ വെബ് ഫ്ലവർ കിട്ടുക. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്ക് ഒരു ഇതുപോലെ സെൻറ്ററിൽ ഒരു മുത്ത് വെച്ച് കൊടുക്കുക. സ്പൈഡർ വെബ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോകൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലീഫ് ചെയ്ത് കൊടുക്കുകയാണ്.
ഇതുപോലെ മുകളിൽ നിന്ന് കുത്തുക. ഇടത് വശത്ത് നിന്ന് കുത്തുക, താഴെ താത്തുക, വലത് സൈഡിൽ നിന്ന് കുത്തുക, താഴെ താത്തി കൊടുക്കുക, വീണ്ടും ഇടത് സൈഡിൽ നിന്ന് കുത്തുക, താഴെ താത്തി കൊടുക്കുക. ഒരു ലീഫായി. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ചെയ്ത് കൊടുക്കുക. ഈ ഫ്ലവറും ലീഫും നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതിൻ്റെ ചെറിയൊരു തണ്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതാണ് നമ്മളിന്ന് ചെയ്ത ബോർഡർ ഡിസൈൻ. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. എല്ലാവരും ഇത് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.